നമസ്കാരം. മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ മേലധികാരികളുടെ പ്രതിനിധിയായി പ്രവർത്തിക്കാനുള്ള അവസരം ആത്മവിശ്വാസത്തോടുകൂടി അവലംബിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും, അതിലുപരി ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടവരും. ഒരുപക്ഷെ കഴിഞ്ഞ 2 വർഷമായിട്ട് ജോലിയോടൊപ്പം ഉപരിപഠനത്തിന് ചേർന്നതിന്റെ ഒരു ആശയങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരങ്ങൾ പോലെ തന്നെ ആയിരിക്കാം ഇങ്ങനെ അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ അവസരം ഒരുക്കിയത്. ജീവിതമാർഗത്തിന് പല വിധത്തിലുള്ള ആശയങ്ങൾ വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള ഒരു നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പണം മുതൽ മുടക്കുന്നവരുടെ പ്രസ്ഥാനം, അതിന്റെ ഭരണ ചുമതലകൾ, പൂർണ്ണമായിട്ടുള്ള വിതരണ വിപണന മേഖലയുടെ ചുമതലകൾ ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിടവരും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് ചെയ്തു വരുന്ന പല കാര്യങ്ങളിലും നേട്ടം കണ്ടു തുടങ്ങുന്നതിന്റെ വെളിച്ചത്തിൽ ഇനിയും കൂടുതൽ പണം മുതൽ മുടക്കി വിപുലീകരിക്കുവാൻ തീരുമാനിക്കുവാനും ഈ ഒരു പാത 2-3 വർഷത്തേക്ക് അതിനൊരു നേട്ടമുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. അഭയം പ്രാപിച്ചു വരുത്തുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. വേണ്ടപ്പെട്ടവരെ അബദ്ധങ്ങളിൽ നിന്നും രക്ഷിക്കുവാനുള്ള അവസരം ഒരുപക്ഷെ ഈശ്വരാധീനം കൊണ്ട് തന്നെ ആയിരിക്കാം, ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളായിരിക്കാം, ഈശ്വര പ്രാർത്ഥനകളായിരിക്കാം. ഇതെല്ലാം തന്നെ ഗുണകരമായി തീരുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗമുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ വിജയശതമാനം കുറവുള്ളതുകൊണ്ട് വരുന്ന വർഷം ആദ്യ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുവാൻ അവസരം വന്നു ചേരും. കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി പൊതുവെ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുവാനും ഒരുപക്ഷെ കർമ്മമണ്ഡലങ്ങൾക്ക് പുതിയ ഭാവനകൾ യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാനും തീരുമാനിക്കും. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാൻ സാധ്യത കാണുന്നു. കീഴ് ജീവനക്കാരുടെ പിൻബലത്താൽ 2027-2028 വർഷങ്ങളിൽ പൂർത്തീകരിക്കുന്ന ബൃഹത് പദ്ധതികൾ ഏറ്റെടുക്കുവാൻ തീരുമാനിക്കും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സജ്ജമാകുമെങ്കിലും ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ബന്ധുമിത്രാദികളും പുത്രപൗത്രാദികളും വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ഈ കാലയളവിലേക്ക് ഗൃഹപ്രവേശന കർമ്മം മാറ്റിവെക്കുവാൻ അവസരം വന്നു ചേരും. ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ ഇടവരും. പലപ്പോഴും കുറ്റങ്ങളും കുറവുകളും സ്വന്തം നിലയിൽ ഉണ്ടാകുന്നതെല്ലാം തന്നെ ധ്രുവീകരിച്ചുകൊണ്ടും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടും എല്ലാ കാര്യങ്ങളെയും വിശദമായിട്ട് അന്വേഷിച്ചും മനസ്സിലാക്കിക്കൊണ്ടും ധ്രുവീകരണത്തിന് തയ്യാറാകുന്നത് വഴി എല്ലാ വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. പലപ്പോഴും അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിന്റെ വെളിച്ചത്തിൽ ജോലി രാജിവെച്ചാലോ എന്ന് തോന്നും. എന്നാൽ ഇനി 1 വർഷത്തേക്ക് നിലവിലുള്ള ജോലി രാജിവെച്ചാൽ തത്തുല്യമായിട്ടുള്ള മറ്റൊരു ജോലി ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ രാജിവെക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കും. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് സാരഥ്യസ്ഥാനം വഹിക്കാൻ അവസരം വന്നു ചേരും. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനും ഏറ്റെടുക്കുവാനും സാധ്യതയുണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുവാനിടവരും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ തീർത്തും അവിചാരിതമായിട്ട് വിളവെടുപ്പ് അനുകൂലമായി തീരുന്നത് വഴി ഇനിയും ഈ ഒരു പാത തുടരുവാനും അതിൽ പണം മുതൽ മുടക്കുവാനും തീരുമാനിക്കുവാൻ ഇടയുണ്ട്. നടപടിക്രമങ്ങളിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി എല്ലാം
ലക്ഷ്യപ്രാപ്തി നിർവഹിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം അഥവാ സ്ഥാനമാനങ്ങൾ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ വന്നു ചേരുന്നത് വഴി സമാധാനത്തിന് യോഗം കാണുന്നതുമുണ്ട്. ബന്ധുമിത്രാദികളുടെ ദുരവസ്ഥകൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഊഹാപോഹങ്ങൾ പലതും കേൾക്കുവാനിട വരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കാതെ പ്രതികരിക്കരുത് എന്ന് സൂചിപ്പിക്കുന്നു. ക്രിയാത്മകമായുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ആത്മാർത്ഥമായി സഹകരണം വന്നു ചേരുവാനിടയുണ്ട്. നിഷ്ക്രിയരായ ജോലിക്കാരെ പിരിച്ചുവിടുവാൻ തീരുമാനിക്കും. പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും ആശയങ്ങളും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് എല്ലാം മനസ്സിലാക്കിക്കൊണ്ടും ക്രമീകരിച്ചുകൊണ്ടുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും ജീവിത പങ്കാളിയുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളും നിർദ്ദേശങ്ങളും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനും വ്യക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. അവിചാരിതമായിട്ട് സഹപ്രവർത്തകരോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനിടവരും. വാസ്തവ വിരുദ്ധമായിട്ടുള്ള പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും ചിലപ്പോൾ ദുസ്വപ്ന ദർശനം ഉണ്ടാകുന്നു എങ്കിലും ഇതെല്ലാം തന്നെ ഒരു കാലത്തിന്റെ മാറ്റമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാലും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ഗഹനമായുള്ള വിഷയങ്ങളായതുകൊണ്ട് എല്ലാം മറ്റൊരാളെ ഏൽപ്പിക്കാൻ തീരുമാനിക്കും. നീർക്കെട്ട, സന്ധിവേദന, നാഡീരോഗപീഠകളെ തുടങ്ങിയവയ്ക്ക് വിദഗ്ധമായുള്ള ചികിത്സകളും ഭക്ഷണ ക്രമീകരണങ്ങളും പ്രകൃതി ജീവന ഔഷധ രീതികളെല്ലാം അവലംബിക്കുവാനും മകയിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ പല പ്രകാരത്തിലും സ്വസ്ഥതക്കേടുകളും സമാധാനക്കേടുകളൊക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ടുണ്ടായിരുന്നു എങ്കിലും ഇതൊരു ആശ്വാസമേകുന്ന ഘടകങ്ങൾ കഴിഞ്ഞ 1-2 മാസമായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഈ ഒരു മാസത്തിൽ വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. അഭിപ്രായ സമന്വയത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. മക്കളുടെ ഉയർച്ചയിൽ ആശ്വാസവും സമാധാനവും കണ്ടെത്തുവാൻ അവസരം വന്നു ചേരും. പലവിധത്തിലുള്ള ദുരാചാരങ്ങളെയും ഒഴിവാക്കി സദാചാരങ്ങളെ സ്വീകരിക്കുവാനും ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യുവാനുമുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഉദ്യോഗത്തിനോടനുബന്ധമായിട്ട് ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിക്ക് തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കാൻ അവസരം വന്നു ചേരും. വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സഹപ്രവർത്തകരിൽ നിന്നും ആജ്ഞാനുവർത്തികളിൽ നിന്നും വന്നു ചേരുന്നത് വഴി അവലംബിക്കാൻ അവസരം വന്നു ചേരും. എന്നാൽ അതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഒരുപക്ഷെ 1 വർഷത്തിന് ശേഷമേ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. ജീവിത നിലവാരം വർദ്ധിക്കുകയും ജോലിയോടനുബന്ധമായിട്ടുള്ള സ്ഥലത്ത് ഒരു വീട് വാങ്ങിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അന്വേഷണം ആരംഭിക്കാനും പ്രാരംഭത്തിൽ വാസ്തുശാസ്ത്രത്തിനെ പറ്റിയിട്ട് ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ബന്ധുമിത്രാദികളുടെ നിർദ്ദേശപ്രകാരം, വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം ചില വീടുകളെല്ലാം തന്നെ തൽക്കാലത്തേക്ക് ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ഏതിനു ചേരണം എന്ന ഒരു അകാരണമായിട്ടൊരു ആധി ഉണ്ടായിത്തീരുവാനിടയുണ്ട്. സംശയാസ്പദമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. എന്നാൽ അധ്യാപകരോട് തന്നെ ചോദിച്ച് ഒരുപക്ഷെ ഇതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബന്ധുമിത്രാദികളുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടും അങ്ങനെയുള്ള ഒരു പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. അനന്ത സാധ്യതകളുള്ള കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ഏറ്റെടുക്കുവാനും അവസരം വന്നു ചേരുവാനിടയുണ്ട്. പൗരാണിക സമ്പ്രദായവും ആധുനിക
ആധുനികമായിട്ടുള്ള വീക്ഷണങ്ങളും ശാസ്ത്ര രീതികളും അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ എല്ലാ കാര്യങ്ങളിലും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും ലക്ഷ്യപ്രാപ്തി നേടുവാനും സാധ്യതയുണ്ട്. വിലപ്പെട്ട സമയം പാഴാക്കുന്ന മക്കൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം നൽകുവാൻ അവസരം വന്നു ചേരും. പലപ്പോഴും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്. അർപ്പണ മനോഭാവത്തോടു കൂടിയതായിട്ടുള്ള ആശയങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. അപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നതിന്റെ വെളിച്ചത്തിൽ സമാധാനമുണ്ടാകും. പ്രത്യേക വിഭാഗത്തിന്റെ ചുമതല ഏറ്റെടുക്കുവാൻ സാധ്യത കാണുന്നു. സഹപാഠികളോടൊപ്പം ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. ദേഹപരമായിട്ടുള്ള പലവിധത്തിലുള്ള അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുന്നത് വഴി വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തുന്നതിന്റെ വെളിച്ചത്തിൽ ജീവിതശൈലി രോഗങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യായാമത്തിന് പ്രാധാന്യം നൽകുവാനും യോഗ പരിശീലനത്തിനും അതിലുപരി ഭക്ഷണ ക്രമീകരണങ്ങൾക്ക് പോലും തയ്യാറാകുവാൻ ഇടയുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മന സഹകരിക്കും. ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിലെല്ലാം സഹിഷ്ണുതയും ക്ഷമയും ആത്മാസംയമനവും ആർജിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഗർഭിണികൾക്ക് ഈ ഒരു മാസത്തിൽ വിശ്രമം വേണ്ടി വരുവാനിടയുണ്ട്. നിഷ്ഠയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലി ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാനിട വരും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും ഉടമസ്ഥരിൽ നിന്ന് പണം മുതൽ മുടക്കിയാൽ മാത്രമേ പദ്ധതികൾ ഏറ്റെടുക്കുവാനോ അവലംബിക്കുവാനോ അത് സമയബന്ധിതമായിട്ട് പണം മുതൽ മുടക്കും എന്ന ധാരണയോടുകൂടി മാത്രമേ ഇതിൽ പ്രവേശിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധമായി തീരുവാനും സാധ്യതയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനിടയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകാനും അവലംബിക്കുവാനിട വരും. സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ ഉള്ളവർക്ക് വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയവയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാൻ അവസരം വന്നു ചേരും. അബദ്ധമുള്ള സുഹൃത്തുക്കളിൽ നിന്നും അസ്വാസ്ഥ്യങ്ങളും അനിഷ്ടങ്ങളും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് നിരുപാധികം പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ പോലും തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. നമസ്കാരം.